அமித்ஷா அவர்களே, நீங்கள் உங்க சங்கி படையே கூட்டிக்கிட்டு வந்தாலும் உங்களால் ஒன்றும் இங்க பண்ண முடியாது. இது தமிழ்நாடு. ഇത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ വാക്കുകൾ. വെറും വാക്കല്ല, കേട്ടു നോക്കൂ. ഇപ്പോൾ തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാൻ നടക്കുന്ന തമിഴക വെട്രിക്കഴകം നായകൻ വിജയ്ക്ക് ഉറക്കത്തിലെങ്കിലും ഇങ്ങനെ പറയാൻ കഴിയുമോ? നിലവിൽ DMK പ്രതിക്കൂട്ടിൽ നിർത്തി കയ്യടി നേടുന്ന വിജയ്ക്ക് കഴിയില്ല. കാരണം ED വീട്ടിലെത്തും എന്നുറപ്പുള്ളത് കൊണ്ടാണത്. അമിത്ഷായോട് മുഴുവൻ സംഘിപ്പടയുമായി വന്നാലും തമിഴ്നാട്ടിൽ ജയിക്കില്ലെന്ന് സ്റ്റാലിൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ലക്ഷ്യം തമിഴ്നാട് എന്ന് പറഞ്ഞ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് മറുപടി നൽകിയായിരുന്നു സ്റ്റാലിൻ. இந்தியாவிலேயே பிஜேபிக்கு எதிராக ஐடியாலஜிக்கல் ஃபைட் பண்ணிக்கிட்டு இருக்கக்கூடிய ஒரே மாநில கட்சி நம்முடைய திமுக தான். அவங்களால வெற்றி கொள்ள முடியாதது நம்முடைய தமிழ்நாட்டை மட்டும்தான். തമിഴ്നാടിന്റെ സ്വഭാവം അമിത്ഷായ്ക്ക് മനസ്സിലായിട്ടില്ല. അഹങ്കാരത്തിന് മുന്നിൽ തമിഴ്നാട് തലകുനിക്കില്ലെന്നും സ്റ്റാലിൻ. എതിരാളികളെ സംബന്ധിച്ച് ഏറ്റവും അപകടകാരി ഉദയനിധി എന്നാണ് സ്റ്റാലിൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ യുവാക്കൾക്ക് സീറ്റ് നൽകാനും DMK തീരുമാനിച്ചിരിക്കുകയാണ്. DMKയുടെ യുവജന വിഭാഗത്തിന്റെ വടക്കൻ മേഖലാ യോഗത്തിലാണ് സ്റ്റാലിന്റെ പരാമർശം. യുവാക്കളെ രംഗത്തിറക്കണമെന്ന ഉദയനിധിയുടെ അഭ്യർത്ഥന അംഗീകരിച്ചതായി സ്റ്റാലിൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK യൂത്ത് വിംഗ് നേതാക്കളെ മത്സരിപ്പിക്കും എന്നാണ് സ്റ്റാലിൻ പറഞ്ഞത്. BJP തമിഴ്നാടിനെ അവഗണിക്കുന്നു എന്ന പ്രചാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയതിനാൽ BJP വിരുദ്ധത കൂടുതൽ ശക്തമായി ഉന്നയിച്ച് മുന്നോട്ട് പോവുക എന്ന തീരുമാനത്തിലാണ് സ്റ്റാലിൻ. ബീഹാർ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയാണ് അടുത്തത് ബംഗാളും തമിഴ്നാടും എന്ന പരാമർശം സ്റ്റാലിന്റെ പേരെടുത്തു പറഞ്ഞ് അമിത്ഷാ നടത്തിയത്. മധുരയിൽ നടന്ന BJPയുടെ പൊതുസമ്മേളനത്തിലാണ് 2026 ബംഗാളിലും തമിഴ്നാട്ടിലും BJP സർക്കാർ രൂപീകരിക്കുമെന്ന് അമിത്ഷാ അവകാശവാദം ഉന്നയിച്ചത്. AIDMK DMK മുന്നണികൾക്ക് മാത്രം പ്രാമുഖ്യമുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രമാണ് 1967 ശേഷം തമിഴ്നാടിൻ്റേത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതാപം അവസാനിപ്പിച്ചുകൊണ്ട് DMKയുടെ ആദ്യ മുഖ്യമന്ത്രിയായി CN അണ്ണാദുരൈ അധികാരമേറ്റു. അദ്ദേഹത്തിൻ്റെ മരണശേഷം പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ MGR AIDMK രൂപീകരിച്ചതു മുതൽ ഇരു മുന്നണികൾക്കും പുറത്തുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് നാമമാത്ര പ്രസക്തിയെ തമിഴ് മണ്ണിലുണ്ടായിട്ടുള്ളൂ. ചില കക്ഷികൾ സ്വന്തമായി നിന്ന് ശക്തി തെളിയിക്കാൻ നടത്തിയ ശ്രമങ്ങളൊന്നും വിജയം കണ്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ചലച്ചിത്ര താരം വിജയ് 2024 ഫെബ്രുവരി 2 തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ കക്ഷിക്ക് രൂപം നൽകുന്നത്. DMK TVK പോരിനിടയിൽ നിന്ന് കൊയ്ത്ത് നടത്താമെന്നാണ് സംഘപരിവാറിന്റെ വ്യാമോഹം. ഏതായാലും വരാനിരിക്കുന്ന തമിഴ്നാട് തെരഞ്ഞെടുപ്പ് തീപ്പാറുമെന്ന് ഉറപ്പ്.